സത്യം പറയാലോ, ഞാൻ 6 മണിയായപ്പോൾ ഞാൻ കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങി. ഒരു 8 മണിയപ്പോൾ വാതിലൊരു ആൾ മുട്ടി. ഓക്കെ, ഉടമസ്ഥ ഞാൻ പാല് തോന്നുന്നു 9-ാം തീയതി നാളെ തന്നാൽ പോരെ. ഓക്കെ പറഞ്ഞു. അയ്യോ അപ്പം ആരാ ചോദിച്ചു റൂമിൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞു അയ്യോ ആരും ഉണ്ടായില്ല. ഞാൻ ചുമ്മാ വാതൊക്കെ തുറന്നു ഫുള്ള് കാരണം ഇവിടെ ആര് വന്ന് മുട്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വല്ല കള്ളന്മാരാണില്ലേ വെക്കുന്ന അടച്ച് മുട്ടിയിടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വാലിങ്ങനെ തുറക്കുള്ളൂ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുറക്കുള്ളൂ. നമ്മൾ ഓർഡർ ചെയ്ത് ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ച് വാല് തുറക്കുക, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും ഒരാൾ നമ്മുടെ ഡോറെ മുട്ടുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം നമ്മളൊന്നും ഓർഡർ ആക്കിയിട്ടില്ല. അപ്പം ഞാൻ എന്താക്കാന്നറിയോ, ഇങ്ങനെ പോയിട്ട് ഞാൻ അങ്ങനെ കാരണം എങ്ങാനും പാക്കിത്തള്ളി കയറി വന്ന് നമ്മളെ പിടിച്ച് തള്ളിയിട്ട് നമ്മളെ കയ്യിൽ നിന്നും ഇതൊക്കെ പിടിച്ച് പറിച്ചോണ്ടേ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വെട്ടിക്കൊന്നിട്ടാ മനുഷ്യന്മാരാണേ. ഞാൻ എന്നിട്ട് പാതിലിങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ തുറന്ന് നോക്കും. നമുക്കറിയാം നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ്. അല്ലാത്തപ്പോൾ എൻ്റെ ഡോറിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. ആരാപ്പോ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് വല കുറ്റിയിടാനോ. പിന്നെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്. ഞാൻ വരുന്നുണ്ട് ദുബായിക്ക്. വന്നാൽ റൂം വിജി തരില്ലേ? എന്തിന് എൻ്റെ കൂടെ തന്നെ കിടക്കാലോ. ഞാൻ താഴെ കിടക്കുള്ളൂ കേട്ടോ. മോൻ കട്ടിലേക്ക് കിടന്നു. വല്ല കുസൃതി ഒപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കുസൃതി ഒപ്പിക്കും. കുസൃതി ഈ രാവണൻ്റെ കൂടെ പോയതിനു ശേഷം രാവണൻ്റെ എല്ലാ വാക്കും പിടിച്ചു. നിങ്ങൾ ചിലപ്പോൾ വല്ല കുസൃതി ഒപ്പിച്ചാൽ ഞാനിവിടെ അങ്ങ് കിടന്നോ, നിങ്ങളാ വെട്ടിലേക്ക് കിടന്നോ. ഇനി അഥവാ എനിക്ക് വലിയ മോയി തണുപ്പത്ത് വരല്ലേ എനിക്ക് മൂടാവും. അപ്പം പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പിടിച്ച് കിടക്കും. ചൂടത്ത് പോലെ തണുപ്പത്ത് വരണ്ട. തണുപ്പത്ത് വന്നാൽ ചിലപ്പോൾ എൻ്റെ കണ്ടുകൊടുക്കും പോകും. കാരണം ഇപ്പോഴേ നല്ല തണുപ്പ് തുടങ്ങി. സൂയിച്ച് ബാബേട്ടൻ അതില്ല. 2 പേരും ഒരുമിച്ച് കിടക്കാനാണെങ്കിൽ ഞാൻ വരും. പോയിട്ടാണ് ഒന്ന് മൂടാട്ടല്. ഞാനിവിടെ എങ്ങനെയെങ്കിലും ഇരുന്നോട്ടെ ഏട്ടാ. ഇന്നെന്താ 37 പേരിൻ്റെ കഥ കെട്ടിങ്ങനെ ഇരിക്കുക പാവം. ഇന്നെന്താ ഒരു കാര്യമുണ്ട്, എല്ലാവരും ലൈവിൽ അന്വേഷിക്കും ചേച്ചി എവിടെ പോയി. അപ്പോൾ നമുക്ക് വരുമ്പോൾ 6 ദിവസം കഴിയുമ്പോൾ കഥ ഉണ്ടാക്കണ്ടേ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ട് ബാനടിച്ച ഗോവിന്ദൻകുട്ടിക്ക് ഓർമ്മയുണ്ടോ? ബട്ടറിന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ബട്ടർ ചേച്ചിയെ തിരക്കി നടന്നിട്ട് അക്കൗണ്ട് കിട്ടിയിട്ട് ഈ അക്കൗണ്ട് കിട്ടിയത്. എന്നിട്ട് അതിൽ 5-6 ദിവസം ചേച്ചി ലൈവ് ഇട്ടില്ലല്ലോ. എന്നിട്ട് ആൾക്കാരൊക്കെ വിചാരിച്ചത് ബിജി എവിടെ പോയിരുന്നു. ആ അക്കൗണ്ട് ഇട്ടപ്പോൾ ഞാനൊരു കഥ മെനഞ്ഞുണ്ടാക്കി. ബിജിച്ചി എന്ത് ഇത്ര നാൾ എവിടെയായിരുന്നു? അതെ, നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ വന്നു ദുബായിൽ വിസിറ്റിങ്ങിന്. അവൻ്റെ കൂടെ 3-6 ദിവസം അവൻ്റെ കൂടെ നൈറ്റായിരുന്നു. ഫുജേറ ആരയിലൊക്കെ കറങ്ങി പോയി. അത് ഫുള്ള് വൈറലായേക്കാ വീഡിയോ. എല്ലാവരും അത് വിശ്വസിച്ചേക്കാ. ഞാൻ 4 ദിവസം 5 ദിവസം ഈ ലൈവിലുണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. പക്ഷെ ആൾക്കാർ വിചാരിച്ച് നാട്ടിൽ നിന്ന് ഏതോ മയറിൻ്റെ കൂടെ ഞാൻ കറങ്ങാൻ പോയിരുന്നു. നമുക്കെല്ലാം അറിയുള്ളൂ ഞാൻ ഈ ലൈവിലുണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. ഇനിയിപ്പോൾ 6 ദിവസം അക്കൗണ്ട് കിട്ടും. ഇനി അതിൽ പോയി ലൈവ് ഇടുമ്പോൾ ആൾക്കാർ വയ്ക്കും ബിജേച്ചി 6 ദിവസമായിട്ട് എവിടെ പോയി ലൈവ്. അപ്പം ഇനി വേറെ കഥ ഉണ്ടാക്കാം. അമേരിക്കയ്ക്ക് പോയെന്ന് പറയാം. ഇനി അതും നാളെ ട്രോൾ ഇറങ്ങും. അല്ല, കഥ ഉണ്ടാക്കണം. ചേച്ചി എവിടെ പോയിക്കായിരുന്നു? അതെ, എൻ്റെ ആഫ്രിക്ക ചക്കൻ വന്നു. കഥ മാറ്റിപ്പിടിക്കണം, ഒരു കഥ കണ്ടുപിടിക്കണം. ആഫ്രിക്കക്കാരൻ വന്നിട്ട് അവൻ്റെ റൂമിൽ എന്നെ 6 ദിവസത്തേക്ക് വിളിച്ച്. വേറൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ കൂടെ ഞാനും ആ കറുമ്പനും കൂടെ അവൻ്റെ മലയാളി ചക്കനും ഉണ്ടായിരുന്നു. ഒരു കഥ ഉണ്ടാക്കണം. എന്നിട്ട് ആ കറുമ്പൻ്റെ കൂടെ ഞാൻ കറുമ്പനും, ആ കറുമ്പയ്ക്ക് മലയാളി. എൻ്റെ ചേട്ടാ 6 നൈറ്റ്. അങ്ങനെ ഒരു കഥ സെറ്റ്. 6 ദിവസം കഴിയുമ്പോൾ അപ്പുറത്ത് ലൈവ് ഇടുമ്പോൾ പറഞ്ഞണം. അതൊക്കെ ഏതായാലും നാറി ഇങ്ങനെ പറയണം. എൻ്റെ യൂസറേട്ടാ 6 ദിവസം കൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലേ ഞാൻ. രോമാന് തണുപ്പല്ലായിരുന്നോ? പൊതച്ച് ഓടിക്കിടന്ന് അവൻ്റെ വലിയ കൊമ്പനെ പിടിച്ചിട്ട് ഇങ്ങനെ തലോടി ഇങ്ങനെ പറയാം. ഞാനിങ്ങനെ തലോടി ഓ മൈ ഗോഡ് എൻ്റെ ചേട്ടാ. അപ്പം അടുത്ത ആൾ ചോദിക്കും എന്നിട്ടാ കഥകൊക്കെ ഇൻട്രസ്റ്റ്. ചേച്ചി ഒന്നും കൂടെ പറ. അപ്പോൾ മൈരി ഇറങ്ങിപ്പെടാ തായോളി. അപ്പോൾ മൈരി ഇൻട്രസ്റ്റും ലാസ്റ്റ് തെറിയും പറയണം.
നമ്മൾ നല്ല മൂഡിൽ ഇവരിങ്ങനെ കേൾപ്പിക്കുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ പറയണം ചേച്ചി പറ എന്ത് പറയാൻ. എന്നിട്ട് നിന്റെ അമ്മയുടെ കുണ്ടി ഇപ്പോൾ മയില് ഇറങ്ങി അതോടെ മയില് ആ മൂടും പോയി അങ്ങനെ പറയണം. എന്നാലേ കഥയ്ക്ക് പവർ ഉണ്ടാവും. നമ്മൾ ഫുള്ളും പൂർത്തിയാക്കരുത്. കിട്ടിയില്ല, പോയില്ല, ആ രീതി എത്തിക്കണം. ഓക്കെ സെറ്റ്. ഇപ്പം ആൾക്കാരൊക്കെ തിരക്കിക്കൊണ്ടുണ്ടായിരിക്കും ബിജി ചേച്ചിനെ കാണാനല്ല, വല്ല നൈറ്റ് വർക്കും കിട്ടിയിട്ടുണ്ടാവുമോ ചിന്തിക്കും. നമുക്ക് 6 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൊളിക്കാം ലൈവ്.